നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര. ട്രാൻസ്ജെൻഡേഴ്സിനും ആനുകൂല്യം ലഭിക്കും. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി. സ്വർണ്ണവിലയിൽ കനത്ത തകർച്ച. കേരളത്തിൽ പവന് 3160 രൂപ കുറഞ്ഞു. ഗ്രാമിന് കുറഞ്ഞത് 395 രൂപ. രാജ്യാന്തര വില കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ചയിൽ. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളിൽ ആരവം നിലച്ചു. ഇനി 51 നാളുകൾ തീരത്തിന് വറുതിയുടെ കാലം. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റും. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്രയെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. എല്ലാ വിഭാഗം സ്ത്രീകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര. ട്രാൻസ്ജെൻഡേഴ്സിനും ആനുകൂല്യം ലഭിക്കും. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കും. ആദ്യഘട്ടത്തിലാണ് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്നത്. വരുമാനവും പ്രായവും കണക്കിലെടുക്കാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിന്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിന്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിന്റെ തുക വരും. ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിന്റെ ചെലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതി പ്രിയദർശിനി എന്ന് അറിയപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിമാസം 75 കോടിയോളം രൂപ അധിക ബാധ്യതയുണ്ടാകും. നിലവിൽ പ്രതിവർഷം 1500 കോടിയാണ് KSRTCക്ക് നൽകുന്നത്. സ്ത്രീ സൗജന്യ യാത്രയ്ക്കായി 800 കോടിയോളം രൂപ അധികമായി നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓർഡിനറി ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാർ പഠിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. സ്വർണ്ണവിലയിൽ കനത്ത തകർച്ച. കേരളത്തിൽ പവന് ഒറ്റയടിക്ക് 3160 രൂപ കുറഞ്ഞു. ഗ്രാമിന് 395 രൂപയാണ് കുറഞ്ഞത്. രാജ്യാന്തര വില കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. സ്വർണ്ണവില കേരളത്തിലും രാജ്യാന്തര വിപണിയിലും ബുധനാഴ്ച നേരിട്ടത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയാണ്. കേരളത്തിൽ രാവിലെ ഗ്രാമിന് 395 രൂപ ഇടിഞ്ഞ് വില 13,645 രൂപയായി. 3,160 രൂപ കുറഞ്ഞ് 1,09,160 രൂപയാണ് പവന്റെ വില. രാജ്യാന്തര വില കഴിഞ്ഞ 6 മാസത്തിനിടെ ഏറ്റവും താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. $150 ഇടിഞ്ഞ് ഔൺസിന് $4,180 വീഴ്ച. പശ്ചിമേഷ്യയിൽ ഇറാനും US തമ്മിലുള്ള യുദ്ധം വീണ്ടും കലുഷിതമായതും ക്രൂഡ് ഓയിൽ വിലവർധനയും US ഡോളർ എന്നിവയുടെ മുന്നേറ്റവുമാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. പശ്ചിമേഷ്യ വീണ്ടും ശാന്തമാവുകയും എണ്ണവില താഴുകയും ഡോളറിന്റെ മേൽക്കൈ നഷ്ടപ്പെടുകയും ചെയ്താൽ സ്വർണ്ണവില തിരിച്ചു കയറും. വില കുറയുമ്പോഴുള്ള വാങ്ങൽ താല്പര്യമുണ്ടായാലും വില കൂടും. കേരളത്തിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നിർണയപ്രകാരം 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 330 രൂപ ഇടിഞ്ഞ് 11,270 രൂപയിലെത്തി. വെള്ളി വില ഗ്രാമിന്
10 രൂപ കുറഞ്ഞ് 250 രൂപയായി. ന്യൂസ് ഡെസ്ക്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് പശുക്കിടാവുകൾ ചത്തു. പത്തനാപുരത്താണ് സംഭവം. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3 പശുക്കിടാവുകളെയാണ് നായ്ക്കൾ കടിച്ചു കൊന്നത്. പത്തനാപുരത്താണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റ് 3 ദിവസത്തിനിടെ 3 പശുക്കിടാങ്ങൾ ചത്തത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വാജത്തോപ്പ് ഗുരുദേവ ഹൈസ്കൂൾ, ഗവൺമെന്റ് UPS, LPS എന്നിവിടങ്ങൾക്ക് സമീപമാണ് തെരുവുനായ്ക്കളുടെ ശല്യം വ്യാപകമായുള്ളത്. പുന്നല മേഖലയിൽ നിന്നും വനത്തിനുള്ളിൽ മേയാൻ വിട്ടിട്ടുള്ള പശുക്കളെയും കിടാങ്ങളെയുമാണ് തെരുവുനായ്കൾ കടിച്ചു കൊല്ലുന്നത്. ഇവിടെ തെരുവുനായ് ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇക്കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഒരു പശുക്കുഞ്ഞിനെ കുറെ കൂട്ടം പട്ടികൾ കടിച്ച് അവശരാകുകയും മണിക്കൂറുകൾക്കകം അത് ചത്തുപോവുകയും ഉണ്ടായി. ഇത് ഈ പറയുന്ന പുന്നല കാടിനകത്ത് പുന്നലക്കാരുടെ തന്നെ പറയുന്ന കുറെ പശുക്കൾ ഉണ്ട്. അതെല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് ഇറങ്ങുകയും ഇവിടെ ചക്കയും മറ്റും തിന്നാനായിട്ടാണ് ഇറങ്ങുന്നത്. അതിന്റെ ശല്യം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ അതിന്റെ കൂട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ തെരുവുനായ്ക്കൾ കടിച്ച് കീറി കൊല്ലുന്നത്. കഴിഞ്ഞ ദിവസം ചത്തതിനെ കുഴിച്ചിട്ട് പൈസ പോലും ഇതിലായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ഈ പറയുന്ന പോലെ പശുക്കുഞ്ഞ് ചാവാറായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. പശുക്കളെ കൊല്ലുന്നത് നായകളാണോ പുലിയോ കടുവയോ മറ്റോ ആണ് എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. പിറവന്തൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പുതിയ പഞ്ചായത്ത് ഭരണസമിതി വാഗ്ദാനം നൽകിയെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഇത് പിറവന്തൂർ വാർഡാണ്. പിറവന്തൂർ വാർഡിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 പശുക്കുട്ടികളെയാണ് ഇവിടെ തെരുവുനായ ആക്രമിച്ചത്. നമുക്ക് പുലിയാണെന്ന് പോലും സംശയമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ട് ഇത് വരുക. ഇവിടെ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിനോട് പലതവണ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ഷൈജു അടക്കം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് വരെ പറഞ്ഞെന്നാണ് പറയുന്നത്. ഇപ്പം തെരുവുനായെ പിടിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കാൻ പഞ്ചായത്തിന് വരെ അധികാരമുണ്ട്. പക്ഷേ ഇത് ഇന്നലെയും മിനിഞ്ഞാന്നും 2 ദിവസമായി. നേരത്തെ ഈ പറഞ്ഞില്ലേ മലയിൽ നിന്ന് വരുന്ന പശുക്കളാണ്. പശുക്കൾ നമുക്ക് നാട്ടുകാർക്ക് ശല്യമാണ്. ഈ പന്നിയോ ആനയോ ഒക്കെ പലയിടത്തും ഇറങ്ങുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പശുക്കളാണ് ശല്യം. കാരണം മലയിൽ നിന്ന് കൂട്ടമായിട്ട് അത് ആരെങ്കിലും ഇതിനെ ഒന്ന് ഓടിക്കാൻ ശ്രമിച്ചാൽ അവരെ ആക്രമിക്കുന്ന ഒരിതാണ്, പശുക്കൾ ഇടിക്കുന്ന ഒരു ഇതാണ് ഒരു വരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ വരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ഞങ്ങളിത് കണ്ടില്ല. തെരുവുനായ ആണെന്ന് പറയപ്പെടുന്നു. അതോ ഇനി പുലി വല്ലതും ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തുടച്ചു നീക്കുന്നതിന് എല്ലാ സർക്കാർ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വനിതാ ശിശുവികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റും. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്രയെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് എല്ലാ സർക്കാർ വകുപ്പുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാട്ടി. കൊല്ലം ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്ര. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും മറ്റെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഓടി വരും. കാരണം കുഞ്ഞുങ്ങളെക്കാൾ വലുതായി നമുക്കൊന്നും തന്നെ ഇല്ല. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അച്ഛനമ്മമാർക്കും കുടുംബക്കാർക്കും മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞു മക്കളാണ്. അവർക്കൊരാവശ്യം വന്നാൽ അവരെ കുറുമ്പുണ്ടെങ്കിൽ പോലും അവരെ കുട്ടിക്കുറുമ്പുകളും അവരുടെ കളിച്ചിരികളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് നമ്മളെ ഈ ടെൻഷൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ചിരിപ്പിക്കുന്നത്. ഞാനടക്കം മന്ത്രിയായിട്ട് അധിക ദിവസമായില്ല, ഈ മാസം 18-നാണ്. പക്ഷെ ഇതിനിടയിൽ എത്രയെത്ര കുഞ്ഞുങ്ങളുടെ കാര്യവുമായിട്ട് പോകുന്ന വഴിക്കെല്ലാം ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ ടെൻഷനും മറക്കും, നമ്മുടെ പ്രശ്നങ്ങളും പറക്കും, മറ്റുള്ളവർ ആവലാതികളും ഒക്കെ അതിന് ശേഷമുള്ളൂ. കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് മറ്റെന്ത്. ഓരോ സംഭവങ്ങളും നെഞ്ചുലയ്ക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളിയെ വേദനിപ്പിച്ചത് ആ 1.5 വയസ്സുകാരൻ്റെ മരണമാണ്. ചിന്തിക്കാൻ പോലും ആയില്ല. ആദ്യം സോഷ്യൽ മീഡിയയിൽ ഒന്ന് കണ്ടു, പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു. എൻ്റെ ഭീകരത മനസ്സിലായപ്പം മനുഷ്യരായി പിറന്നവർക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു ലിങ്ക് അയച്ചിരുന്നു, ഒരു കുഞ്ഞിനെ ഇട്ട് ഒരു സ്ത്രീ ഉപദ്രവിക്കുന്നു.
എന്ന് കാണാനുള്ള ശക്തി നമുക്കില്ല എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ ശക്തമായി ഇല്ലാതാക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തൊരുമിച്ച് നിൽക്കണം. ഒരു കുഞ്ഞിൻ്റെയും കണ്ണ് നിറയാനോ നെഞ്ച് കലങ്ങാനോ നമ്മൾ അനുവദിക്കും. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും. ചടങ്ങിൽ ബോധവൽക്കരണ പോസ്റ്ററുകളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ശ്രദ്ധയും പരിചരണവും ആവശ്യമായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള വൾനറബിൾ മാപ്പിംഗ് ഫോമുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഫോമുകളിലൂടെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്തി ആവശ്യമായ തുടർ സംരക്ഷണവും സഹായവും ഉറപ്പാക്കും. പരിപാടിയിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എൽ രഞ്ജിനി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ജി പ്രസന്നകുമാരി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ സനിൽ വെള്ളിമൺ, മീനകുമാരി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം ആശാദാസ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ എസ് ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലേബർ കോഡ് നടപ്പാക്കണമെന്ന ശക്തമായ നിലപാടിലാണ് കേന്ദ്ര സർക്കാരെന്നും ഇതിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. CPIM നേതാവായിരുന്ന ഇ കാസിം അനുസ്മരണം ശാസ്താംകോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാശി വർക്കേഴ്സ് സെന്റർ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൺട്രോൾ കമ്മീഷൻ അംഗവുമായിരുന്ന ഇ കാസിം അനുസ്മരണമാണ് ശാസ്താംകോട്ടയിൽ നടത്തിയത്. ഭരണിക്കാവ് CK സ്മാരക ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കേന്ദ്ര BJP സർക്കാർ. നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും ബിന്ദു കൃഷ്ണ ആ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, നിർബന്ധമായും ലേബർ കോഡ് നടപ്പാക്കണം. ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികൾക്ക് മിനിമം കൂലി എന്ന വ്യവസ്ഥയില്ല. മുമ്പ് ഉണ്ടായിരുന്നു മിനിമം വേജസ് ആക്ട്. തൊഴിലാളികളുടെ പ്രതിനിധിയും മുതലാളികളുടെ പ്രതിനിധിയും തൊഴിൽ വകുപ്പിന്റെ പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള മിനിമം വേജസ് കമ്മിറ്റി യോഗം ചേർന്ന് ഓരോ തൊഴിൽ മേഖലയിലും തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കും. വേരിയബിൾ DA എന്ന് പറഞ്ഞാൽ വിലക്കയറ്റത്തിന്റെ തോതനുസരിച്ച് ക്ഷാമബത്ത നൽകാൻ കഴിയും വിധത്തിലാണ് തൊഴിലാളികളുടെ കൂലി നിർണയിക്കുന്നത്. CPIM കുന്നത്തൂർ ഏരിയ സെക്രട്ടറി TR ശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. K സനൽകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി S സുദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം PK ഗോപൻ, KK രവികുമാർ, N യശ്പാൽ, S ശശികുമാർ, S സത്യൻ, K ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിൽ വാളത്തുങ്കൽ. അർജന്റീന ആരാധകർ താരങ്ങളുടെ കട്ടൌട്ടുകൾ സ്ഥാപിച്ചാണ് ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് വാളത്തുങ്കൽ. ഫുട്ബോൾ പ്രചാരണത്തിന്റെ ഭാഗമായി സീക്കോ വാളത്തുങ്കലും അർജന്റീന ആരാധകരും ചേർന്ന ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ മാതൃകയിൽ അർജന്റീന കളിക്കാരുടെ കട്ടൌട്ടുകൾ സ്ഥാപിച്ചു. വാളത്തുങ്കൽ കളരിവാതിക്കൽ ക്ഷേത്ര മൈതാനിയിലാണ് കട്ടൌട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. കേരളപുരം കോവിൽമുക്ക് ജംഗ്ഷനിൽ നിന്നുമാണ് 4 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടത്. കുണ്ടറ കേരളപുരം കോവിൽമുക്കിൽ ജംഗ്ഷനിൽ നിന്നുമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. കൊല്ലം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. ഇതിന്റെ പ്രതിയെക്കുറിച്ച് അറിവായിട്ടില്ല. വ്യാപകമായ അന്വേഷണം നടന്നു വരികയാണ്. തുടർന്ന് ഇന്നലെ കടപ്പാക്കട ഭാഗത്ത് നിന്നും 4 കഞ്ചാവ് ചെടി എടുത്തിട്ടുണ്ട്. അതിന് കുട്ടനാട് കേരളപുരം അവിടെ നിന്നും കഞ്ചാവ് ചെടി കണ്ടെടുത്തിട്ടുണ്ട്. അതിനെ പ്രതിയെ ആരെന്ന് അറിയായിട്ടില്ല. അന്വേഷണം നടന്നു വരികയാണ്. പബ്ലിക് ലൈബ്രറിയോട് ചേർന്ന് പൊതുജനങ്ങൾ വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലത്തിന്റെ സമീപത്തുള്ള വാട്ടർ ടാങ്കിനടുത്ത് നിന്നുമാണ് 4 ചെടികൾ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം പൂട്ടാണിമുക്കിൽ നിന്നും 13 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തിരുന്നു. മാമൂട് ജംഗ്ഷനിൽ നിന്നും 5 കഞ്ചാവ് തൈകളും കണ്ടെത്തിയിരുന്നു. കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി കഞ്ചാവ് ചെടികൾ പൊതുനിരത്തിൽ കാണപ്പെടുന്നത് സംശയകരമാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
സംഭവത്തിൽ അന്വേഷണം ശക്തമാണെന്ന് എക്സൈസ് അറിയിച്ചു. ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഇതിന്റെ പ്രതിയാണെന്നുള്ള അന്വേഷണത്തില് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇതിനെ കണ്ടെത്തിയിട്ടില്ല. തുടർന്നും ഇതിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അച്ചൻകോവിൽ അലിമുക്ക് റോഡിൽ മരം കടപുഴകി. 11 kV ലൈൻ തകർന്നു. യാത്രക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ കുടുങ്ങി. അച്ചൻകോവിൽ അലിമുക്ക് റോഡിൽ കോട്ടക്കയം ചെക്ക് പോസ്റ്റിന് സമീപമാണ് വൻമരം കടപുഴകിയത്. മരം വീണ KV ലൈൻ പൂർണ്ണമായും തകരുകയും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തു. അച്ചൻകോവിലിൽ നിന്നും പുനലൂരിലേക്ക് പോയ KSRTC ബസും പുനലൂരിൽ നിന്നും അച്ചൻകോവിലേക്ക് പോവുകയായിരുന്ന ബസും യാത്രക്കാരുമായി വഴിയിൽ കുടുങ്ങി. നിരവധി സ്കൂൾ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും കുടുങ്ങിക്കിടന്നതോടെ വലിയ തോതിലുള്ള യാത്രാക്ലേശമാണ് അനുഭവപ്പെട്ടത്. കൃത്യസമയത്ത് ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും എത്തേണ്ടവരും മണിക്കൂറുകളോളം വഴിയിലകപ്പെട്ടു. റോഡരികിൽ നിൽക്കുന്ന ഉണങ്ങിയതും കേടുവന്നതുമായ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഭാഗത്ത് ചെറിയ മഴയോ കാറ്റോ ഉണ്ടായാൽ പോലും മരങ്ങൾ കടപുഴകുന്നത് പതിവ് കാഴ്ചയാണ്. വനം വകുപ്പും KSEBയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ട പാതയിലെ തടസ്സങ്ങൾ നീക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, അച്ചൻകോവിൽ. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ വർക്ക്ഷോപ്പ് ഉടമയായ യുവാവ് കുത്തേറ്റ് മരിച്ചു. കോവൂർ സ്വദേശി ഷിബു ആണ് മരിച്ചത്. സംഭവത്തിൽ പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ പട്ടകടവ് സ്വദേശി ഉന്മേഷിനെ അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിലാണ് ഇരുചക്രവാഹന വർക്ക്ഷോപ്പ് ഉടമ കൊല്ലപ്പെട്ടത്. കോവൂർ രേഷ്മാഭവനിൽ 40-കാരനായ ഷിബു ആണ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഷിബുവിന്റെ സുഹൃത്തായ പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവർ പട്ടകടവ് പുളിക്കമുക്ക് വലിയ വിളയിൽ ഉന്മേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരാളിമുക്കിന് സമീപം മാമ്പുഴമുക്കിൽ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു ഷിബു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും ചേർന്ന് മദ്യപിച്ചു. അതിനിടയിലുണ്ടായ തർക്കമാകാം കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. രക്തം വാർന്ന് അബോധാവസ്ഥയിലായ ഷിബുവിനെ സമീപവാസികളാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇരുവരും ചേർന്ന് സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്നും വർക്ക്ഷോപ്പിലെ സ്ഥിരം സന്ദർശകനാണ് ഉന്മേഷെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ബേക്കറി ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ഇരവിപുരം പുത്തൻചന്ത സ്വദേശി അനന്തുവാണ് അറസ്റ്റിലായത്. കൂട്ടിക്കട ആസാദ് ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറിയിലായിരുന്നു കഴിഞ്ഞ ദിവസം 3-അംഗ സംഘം അക്രമം നടത്തിയത്. കൊല്ലം കൂട്ടിക്കടയിലെ ആസാദ് ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറിയിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലാണ് പ്രധാന പ്രതി പിടിയിലായത്. ഇരവിപുരം പുത്തൻചന്ത സ്വദേശി അജയ് ഭവനിൽ അനന്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് 3 യുവാക്കൾ ബേക്കറിയിൽ എത്തിയത്. ഈ സമയം ജീവനക്കാരനായ അൻസാരി ഭക്ഷണം കഴിക്കുകയായിരുന്നു. അനുമതിയില്ലാതെ കടയിലെ മിഠായികൾ എടുത്ത് പോക്കറ്റിലിട്ടത് അൻസാരി ചോദ്യം ചെയ്തു. എടുത്താൽ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് പ്രകോപിതരായ യുവാക്കൾ അൻസാരിയെ അസഭ്യം പറഞ്ഞ് സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കടയിലെ മിഠായി ഭരണികളും ഇവർ തകർത്തു. മർദ്ദനത്തിനിടെ അൻസാരിയുടെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കടയിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൂടുതൽ സ്കൂളുകളിൽ SPC പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. വിദ്യാർത്ഥികളെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരുമാക്കാൻ പദ്ധതി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പുന്തലത്താഴം മീനാക്ഷി വിലാസം സ്കൂളിലെ SPC പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. SPC പദ്ധതി കൂടുതൽ സ്കൂളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പുന്തലത്താഴം മീനാക്ഷി വിലാസം സ്കൂളിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ളവരാക്കാൻ പദ്ധതി പ്രയോജനപ്പെടുന്നുണ്ട്. പൗരബോധം, നേതൃപാടവം, ചിന്താശേഷി, സേവന സന്നദ്ധത എന്നിവയും വളർത്തിയെടുക്കാൻ കഴിയുന്നു. മാതൃകാപരമായ പദ്ധതിയുടെ മികവ് ഉറപ്പാക്കിയുള്ള പുരോഗതിക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യമായി അവരെ വളരെ ചിട്ടയായി അച്ചടക്കത്തോടുകൂടി മനോഹരമായി പരിശീലിപ്പിച്ച ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പോലീസ് അക്കാഡമിയിലെ പാസിംഗ് ഔട്ട് പരേഡ് കാണുന്ന അതേ
ഗൗരവത്തിലും ഉത്തരവാദിത്വത്തിലുമാണ് നമ്മുടെ കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡും ഇന്നിവിടെ അവർക്ക് ലഭിച്ച മികച്ച പരിശീലനം കൊണ്ട് നടന്നിട്ടുള്ളത്. സ്കൂളിൽ ചുമതലപ്പെട്ട അധ്യാപകരുണ്ട്, പിന്തുണ നൽകിയ PTA ഉണ്ട്, എല്ലാവരെയും. പരിശീലനം പൂർത്തീകരിച്ച 44 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. പ്രഥമാധ്യാപിക എ ഷീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ നിഖിത ജി പ്രമോദിന്റെ അകമ്പടിയോടെയാണ് മന്ത്രി പരേഡ് പരിശോധിച്ചത്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം റസീന റാഫി, കിളികൊല്ലൂർ SHO ജയപ്രകാശ്, SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ രാജേഷ്, PTA പ്രസിഡന്റ് MS മിഥിലാജ്, SPC പ്രോഗ്രാം ഓഫീസർ ഷഹീർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ G സജി, VR ബിന്ദുമോൾ, SI Y സാബു, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സംഗീത്, അനിതകുമാരി, ASIമാരായ MJ ബിജോയി, ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളിൽ ആരവം നിലച്ചു. അർദ്ധരാത്രി സൈറൺ മുഴങ്ങിയതോടെ ട്രോളിംഗ് നിരോധന ചങ്ങലയുടെ പൂട്ട് നീണ്ടകര പാലത്തിൽ വീണു. ഇനി 51 നാളുകൾ തീരത്തിന് വറുതിയുടെ കാലം. പരമ്പരാഗത വള്ളങ്ങളിൽ കടലിൽ പോകാമെങ്കിലും വലിയ ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്നവരുടെയും അവരെ ആശ്രയിച്ചു കഴിയുന്നവരുടെയും കുടുംബങ്ങൾക്ക് ഇനി ദുരിത നാളുകളാണ്. കഴിഞ്ഞ രാത്രി വൈകിയെത്തിയ ബോട്ടുകളിൽ എത്തിച്ച മത്സ്യങ്ങളുടെ വിപണനത്തിനായി ശക്തികുളങ്ങര ഹാർബർ 2 ദിവസം കൂടി തുറന്നു നൽകും. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയെത്തിയ ബോട്ടുകൾ കഴിഞ്ഞ ദിവസം മത്സ്യം വിറ്റ ശേഷം അഷ്ടമുടി കായലിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മൺസൂൺ കാല രക്ഷാപ്രവർത്തനത്തിനും പെട്രോളിങ്ങിനുമായി 3 ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. ലൈഫ് ഗാർഡുമാരും സജ്ജമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യവിപണനത്തിനായി വാടി, പോർട്ട്, തങ്കശ്ശേരി, നീണ്ടകര എന്നിവിടങ്ങളിലെ ഹാർബറുകൾ പ്രവർത്തിക്കും. ഒരുപാട് കച്ചവടക്കാർ രാവിലെ മുതൽ വന്നിട്ട് വീടുകളിലൊക്കെ വന്നിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് എല്ലാ ദിവസവും ഉള്ളത്. മീൻ കിട്ടാനുള്ള വകുപ്പില്ല. കാരണം മീനിപ്പം ലഭ്യത കുറവുമാണ്, മീനും നല്ല വിലയുമാണ്. അതിലുപരിയെന്ന് വെച്ചാൽ കച്ചവടക്കാരുടെ കാര്യം ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഇപ്പം. ഈ 52 ദിവസം അടച്ചിടുമ്പോഴത്തേന് നിങ്ങളുടെ 52 ദിവസം അടച്ചിടുമ്പോൾ കച്ചവടക്കാർക്കുള്ള ജീവിതങ്ങൾ ഒരുപാട് വഴിമുട്ടും. അന്നേരം എന്ത് മാർഗം തേടും? മാർഗം തേടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാവിലെ വരുന്നു, നമ്മൾ വൈകുന്നേരമൊക്കെ ഇരുന്നിട്ടാണ് നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പിന്നെ കാലിപ്പെട്ടിയായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. ഈ സർക്കാരിൽ നിന്നും വല്ല ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ സർക്കാർ ഇപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, പുതിയ സർക്കാർ ആയതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ. നീണ്ടകര, അഴീക്കൽ എന്നിവിടങ്ങളിലാണ് ബോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത്. നീണ്ടകരയിലെ വള്ളങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിന് ശക്തികുളങ്ങര, നീണ്ടകര, അഴീക്കൽ എന്നിവിടങ്ങളിൽ ഓരോ പമ്പുകൾ ഒഴികെയുള്ളവ അടച്ചു. പ്രധാന കൺട്രോൾ റൂം കൂടാതെ തങ്കശ്ശേരി, അഴീക്കൽ എന്നിവിടങ്ങളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകൾ വിജനമായി. മീനുണ്ടെങ്കിൽ വള്ളക്കാർക്ക് പണിയുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് മുന്നോട്ട് പോകാൻ നോക്കും. ഈ വിഷയം തന്നെ കൊച്ചു കച്ചവടക്കാർക്കൊന്നും പ്രയോജനമില്ല. വലിയ കച്ചവടക്കാർക്ക് മീൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അവർ അതനുസരിച്ചുണ്ട്. ഞങ്ങളൊക്കെ സാധാരണയുള്ള കൊച്ചു കച്ചവടക്കാരാണ്. വലിയ കച്ചവടക്കാർക്ക് മീൻ വണ്ടിക്കാർക്ക് വിളിച്ചാൽ കേന്ദ്രമായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ തൂക്കം മാറ്റാനുള്ള പരിപാടി സർക്കാർ ചെയ്യണമെന്നുള്ളത്. വലനെയ്ത്തുകാരും ലോഡിംഗ് തൊഴിലാളികളും ഒഴികെ മറ്റാരും തന്നെ ഹാർബറിലില്ല. മത്സ്യം ബോട്ടിൽ നിന്നും ഹാർബറിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന അലുമിനിയം കുട്ടകൾ കഴുകി വൃത്തിയാക്കി ചുമട്ടുതൊഴിലാളികൾ ഷെഡുകളിലേക്ക് മാറ്റി. ഹാർബർ വൃത്തിയാക്കുന്ന തൊഴിലാളികൾ ലേലഹാളുകൾ ശുചീകരിച്ചു. പോലീസ് കാവലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം നഗരസഭാ പ്രദേശത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്നത് മലിനജലം. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല. 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ദുർഗന്ധം നിറഞ്ഞ മലിനജലം പൈപ്പ് വഴി ലഭിക്കുന്നത്. കായംകുളത്ത് ദേശീയപാത 66ന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വാർഡുകളിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലൂടെ മലിനജലം ലഭിക്കുന്നത്. കഴിഞ്ഞ 1 മാസമായി ഇതാണ് സ്ഥിതി. നിരവധി തവണ ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയുടെ കായംകുളത്തെ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല. 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൈപ്പ് വെള്ളമാണ് ചെങ്കല്ല് നിറത്തിലും ദുർഗന്ധം വമിക്കുന്ന രീതിയിലും ലഭിക്കുന്നത്. പ്രദേശത്തുള്ളവർ നിലവിൽ കുപ്പിവെള്ളത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. വാട്ടർ അതോറിറ്റി അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ AP ഷാജഹാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1 മാസക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ ഏക വെള്ളമെന്ന് പറയുന്നത് ഈ പൈപ്പ് വെള്ളമാണ്. കാരണം ഈ ഊരുള്ള മേഖലയായതുകൊണ്ട്, പ്രത്യേകിച്ച് തീരദേശ മേഖലയായതുകൊണ്ട്
ഇവരെല്ലാം ആശ്രയിക്കുന്നത് പൈപ്പ് വെള്ളത്തെയാണ്. ഒരു ഒറ്റ വീട്ടിൽ പോലും ഒരുപക്ഷെ കിണറുകളില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഇവരുടെ കുടിവെള്ളം എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചില സമയങ്ങളിൽ വരുന്നത് വളരെ ബാഡ് സ്മെല്ലാണ്. കൈകൊണ്ട് തൊടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സ്മെല്ലോട് കൂടിയ വെള്ളമാണ്. ഇത് എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വാട്ടർ അതോറിറ്റി ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. പലതവണ AEടുത്തും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലും ഇപ്പം ഞങ്ങൾ നഗരസഭയിലും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മന്ത്രിയെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി അദ്ദേഹം ഇടപെടുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കുറേ ദിവസങ്ങളായി ഈ പാവപ്പെട്ട ജനങ്ങൾ കുപ്പിവെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കുടിക്കാൻ വേണ്ടി അവർ പുറത്തു പോയി ആയിരക്കണക്കിന് രൂപ കൊടുത്താണ് കുപ്പിവെള്ളം വാങ്ങിച്ച് ഈ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഒരു ഉപയോഗത്തിനും പറ്റാത്ത രീതിയിൽ മഞ്ഞ കളറിൽ, ചിലപ്പോൾ ചുവന്ന കളറ്, ചെങ്കല്ല് കളറ്, ഈ രീതിയിലാണ് ഇത് വരുന്നത്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ തീരദേശ മേഖലയിൽ ഈ ഹൈവേക്ക് പടിഞ്ഞാറുള്ള വാർഡുകളിലെ മുഴുവൻ സഹോദരിമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമരവുമായിട്ട് പോകും. നടപടി ഉണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും AP ഷാജഹാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര. ട്രാൻസ്ജെൻഡേഴ്സിനും ആനുകൂല്യം ലഭിക്കും. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി. സ്വർണ്ണവിലയിൽ കനത്ത തകർച്ച. കേരളത്തിൽ പവന് 3160 രൂപ കുറഞ്ഞു. ഗ്രാമിന് കുറഞ്ഞത് 395 രൂപ. രാജ്യാന്തര വില കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ചയിൽ. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളിൽ ആരവം നിലച്ചു. ഇനി 51 നാളുകൾ തീരത്തിന് വറുതിയുടെ കാലം. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റും. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്രയെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.